എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് തണ്ണിമത്തം കൊണ്ട് ഇക്കോടും ചൂടിൽ ഒന്ന് കൂളാവാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അത്രമാത്രം മതിയാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നല്ല ഹെൽത്തി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. കണ്ടു നോക്കിയാലോ. നമുക്കിപ്പോൾ ആദ്യം തന്നെ കസ്കസ് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. കസ്കസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ്. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്ത് ഇതേപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ബാക്കി എല്ലാ പരിപാടികളും ചെയ്ത് തീർന്നുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് തണ്ണിമത്തനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉള്ളിലുള്ള കുരുവൊക്കെ നമ്മളൊന്ന് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ 250 ml കപ്പിന് ഒരു 2.5 കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത 2 ചെറുപഴം എടുക്കുക കേട്ടോ. ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാലിപ്പൂവൻ പഴമോ അതേപോലെ തന്നെ നമ്മുടെ പാളയംകുടം പഴമോ റോബസ്റ്റ പഴമോ ഏതാണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്തതാണെന്ന് മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ അതൊന്ന് കുരുകളഞ്ഞ് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് അതാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഐസ്ക്രീമൊക്കെ ചേർത്ത് നമ്മൾ ജ്യൂസിന് റെഡിയാക്കി എടുക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് തണുപ്പിച്ചിട്ട് അതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വരാവേ നമുക്ക്. അങ്ങനെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പഴവും അതേപോലെ തന്നെ തണ്ണിമത്തനും പാലും ഐസ്ക്രീമും എല്ലാം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന പാലും കൂടി ഉണ്ടല്ലോ, നന്നായിട്ട് തണുത്ത പാലുണ്ടല്ലോ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എത്രത്തോളം തണുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം തണുപ്പിക്കുക. തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർപ്പാൽ തന്നെയാണ്. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ തണ്ണിമത്തം തന്നെ ചെറുതായിട്ട് കുരുകളഞ്ഞ് ഒന്നങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുതിരാനായിട്ട് വെച്ച കസ്കസും കൂടി നന്നായിട്ട് കുതിർന്ന് വന്നപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കസ്കസൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും എപ്പോഴും നല്ലതാണല്ലോ കസ്കസ്, അതുകൊണ്ടാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ കയ്യിലുള്ളപ്പോൾ ഇതേപോലെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കൂടെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കണ്ടതാ ഇതേപോലെ ഗ്ലാസ്സിലേക്ക് മാറ്റി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്താൽ നമ്മുടെ ബദാമും അതേപോലെ തന്നെ കാഷ്നട്ടും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. എല്ലാവരും ഈ കൊടും ചൂടിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. നമുക്കിതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.